എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരെ ശക്തമായി തന്നെ ബാറ്റ് ചെയ്യുകയാണ് ഇന്ത്യ. ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയ മൂന്നാം സെഷനിൽ 337 റൺസിന് ഔട്ട് ആവുകയായിരുന്നു. ഇതോടെ അവർ 157 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടി. ഇന്ത്യയ്ക്ക് ആയി സിറാജും ബുംറയും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. 86-1 എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് മക്നിസിയെയും സ്മിത്തിനെയും പെട്ടെന്ന് നഷ്ടമായി. ഇരുവരെയും ബുംറ ആണ് പുറത്താക്കിയത്. മക്സ്വീനി 39 റൺസ് എടുത്തപ്പോൾ സ്മിത്ത് 2 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ഇതിനുശേഷം ലബുഷാനെയും ട്രാവിസ് ഹെഡും ചേർന്ന് അനായാസം ഇന്ത്യൻ ബൗളർമാരെ നേരിട്ടു. ലബുഷാനെ 126 പന്തിൽ നിന്ന് 64 റൺസുമായി നിതീഷ് റെഡ്ഡിയുടെ പന്തിൽ പുറത്തായി. രണ്ടാം സെഷനിൽ കൂടുതൽ അറ്റാക്കിലേക്ക് മാറിയ ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചത്. 111 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ട്രാവിസ് ഹെഡ് 141 പന്തിൽ നിന്ന് 140 റൺസ് എടുത്താണ് പുറത്തായത്. സിറാജ് ആണ് ഹെഡിനെ പുറത്താക്കിയത്. 15 റൺസ് എടുത്ത അലക്സ് കാരിയെയും സിറാജ് തന്നെ പുറത്താക്കി. 9 റൺസ് എടുത്ത മിച്ചൽ മാർഷ് അശ്വിന്റെ പന്തിലും പുറത്തായി. ഡിന്നർ ബ്രേക്കിന് തൊട്ടുമുമ്പ് ബുംറ കമ്മിൻസിനെ പുറത്താക്കി. മൂന്നാം സെഷനിൽ തുടക്കത്തിൽ തന്നെ സിറാജ് 18 റൺസ് എടുത്ത സ്റ്റാർക്കിനെ പുറത്താക്കി. പിന്നാലെ ബോളണ്ടിനെയും സിറാജ് പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയ 337 റൺസിന് ഓൾ ഔട്ട് ആയി. ബുംറ ഇന്ത്യയ്ക്ക് ആയി 4 വിക്കറ്റ് എടുത്തപ്പോൾ സിറാജും 4 വിക്കറ്റ് വീഴ്ത്തി. നിതീഷ് റെഡ്ഡി, അശ്വിൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് തുടക്കം അത്ര ശുഭകരമല്ല ആയിരുന്നു. ഇന്ത്യൻ സ്കോർ 12 റൺസിൽ നിൽക്കെ ഓപ്പണർ രാഹുൽ മടങ്ങി. ക്യാപ്റ്റൻ കമ്മിൻസിനാണ് വിക്കറ്റ് ലഭിച്ചത്. എന്നാൽ ജയ്സ്വാൾ ഗിൽ സഖ്യം ഇന്ത്യയെ വീണ്ടും മുന്നോട്ട് നയിച്ചു. 42 റൺസിൽ നിൽക്കെ ഓസ്ട്രേലിയയ്ക്കായി ബോളണ്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. ഇത്തവണ 24 റൺസ് നേടി ജയ്സ്വാൾ ആണ് പുറത്തായത്. പിന്നീട് എത്തിയ കോഹ്ലി ഗിൽ സഖ്യം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. ഇരുവരും മികച്ച കളി പുറത്തെടുത്തോടെ ഇന്ത്യൻ സ്കോർ 50 കടന്നു. എന്നാൽ പിന്നാലെ തന്നെ ഇരുവരും മടങ്ങി. ഇന്ത്യൻ ക്യാപ്റ്റനും രണ്ടാം ഇന്നിംഗ്സിൽ മുട്ടുമടക്കിയത്തോടെ ഇന്ത്യ 1 പതറി. എങ്കിലും ഇന്ത്യ ഇപ്പോൾ തന്നെ 100 കടന്നു. അവശേഷിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നന്നായി തന്നെ പൊരുതുകയാണ്. 2 സെഞ്ചുറികൾ ഇന്ത്യൻ ഇന്നിംഗ്സിൽ കിട്ടിയാൽ രണ്ടാം ടെസ്റ്റും ഇന്ത്യക്ക് തന്നെ ജയിക്കാം. നിരവധി കഴിവുള്ള താരങ്ങൾ ഇനിയും ഇന്ത്യൻ നിരയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നാളെ ഇന്ത്യ വമ്പൻ ലീഡിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.